ഹായ്, ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക, കുറച്ച് മുന്നേ എടുത്തുവെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല വെള്ളം ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തുവെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ സോനു അവിടെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ തോട്ടിലൊക്കെ നിറച്ച് മീനുണ്ട് കേട്ടോ. അപ്പോൾ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട്. കുറച്ചൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ഇറങ്ങാൻ പറ്റുമോ ആ വെള്ളത്തേക്ക്? വഴിയിൽ നിറച്ചും ചളിയും വെള്ളം കേട്ടോ. പിന്നെ പുല്ല് ഉള്ള കാരണം പേടി കേട്ടോ. കാരണം അപ്പുറം ഇപ്പുറം പൊന്തയിട്ട് കിടക്കണം. മഴയെ കാരണം ഒന്നും വെട്ടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ 2-3 കല്ല് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോട്ടി പോകാൻ വെച്ചിട്ട് കുറച്ച് 2-3 കല്ല് ഇവിടെ കൊണ്ടുവരണം. പിന്നെ കണ്ടോ വെള്ളം വെള്ളം നല്ല ഉണ്ട് കേട്ടോ. ഇതിൽ നല്ല മീനുണ്ടാവും കണ്ടോ. തവള ചാടണം. എന്താ പറയുക, നടക്കാൻ പറ്റാനായിട്ട് ഞാനിങ്ങനെ മുറ്റത്തിടുന്ന കട്ട ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് എടുത്തിട്ട് വരിക്കിട്ടിരുന്നിട്ട് ചവിട്ടാനുള്ള ഭാഗത്തിന്. പക്ഷെ അത് ഇക്കന്നെ അബദ്ധമായി പോയി. കാരണം എന്താ പറയുക, ഏട്ടനെ അത് രാത്രി ബൈക്കും കൊണ്ട് വന്നപ്പോൾ ഏട്ടനെ അറിയില്ല അവിടെ കട്ടട്ട കാര്യം കേട്ടോ. ഏട്ടൻ എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി കയറിയിട്ട് തോട്ടിക്ക് വീണ് കേട്ടോ. കാരണം പാവം എന്താ പറയുക, ഞാൻ പറയാൻ മറക്കുകയും ചെയ്തു. അപ്പോൾ എന്താ പറയുക, എന്നിട്ട് ഏട്ടൻ തോട്ടിക്ക് വീണ് ബൈക്ക് അവിടെ താഴത്തുണ്ടാക്കി. എന്നിട്ട് പാവം തോന്നി. കാരണം ഞാൻ പറയുകയും ചെയ്തില്ല, ഞാൻ നടക്കാൻ പോലെ ഉണ്ടാക്കിയത്. പക്ഷെ അത് വണ്ടി പോണതിന് അവിടെ എല്ലാം ഇട്ട് കേട്ടോ. ഞാൻ കുറച്ച് അരിക്കൊക്കെയായിട്ട് ഇട്ടത്. പക്ഷെ അത് ഏട്ടനെ അറിയാതെ അതിൻ്റെ മുകളിൽ ഒരു കല്ലുമ്മ കയറി വണ്ടി. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് എടുത്തിട്ടിട്ട് പിന്നെ ഇനിയിപ്പോൾ മഴ പോയി കഴിഞ്ഞാലേ പുൽവെട്ടം അല്ലെങ്കിൽ ആകെ ചളിപിളിയാവും. അപ്പോൾ സോനുവിന് മീനൊക്കെ ചെറുതായിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് കുറേ നേരമായി അവിടെ ചൂണ്ടിട്ട് എടുക്കണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഈ മുറ്റത്താണ് കേട്ടോ, ഈ പാടത്തേക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് അവർ ചെറുതായിട്ടൊരു തോടുണ്ടാക്കിയ കേട്ടോ. പക്ഷേ അതിലെന്താ നല്ല മീനുണ്ടാവും. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്തേക്കൊക്കെ ചേരും കേട്ടോ മീൻ. അപ്പോൾ എന്താ സോനുവിന് കുറേ മീനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അവരൊന്നും കഴിക്കൂല കേട്ടോ മീൻ. അവരിങ്ങനെ പിടിക്കാനുള്ള ഒരു ഹരത്തിനുമായിട്ട് മാത്രം ഇങ്ങനെ പിടിക്കുന്നതാണ്. അപ്പോൾ സോനു എന്താ പറയുക, ഇങ്ങനെ കുറേ നേരമായി അവിടെ ഇങ്ങനെ ചൂണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോനുവിന് സ്കൂളില്ലാത്ത സമയത്താണ് ഓന് ഈ ചൂണ്ടിടാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഓന് കിട്ടിയ മീനുകളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓനിതാ കിട്ടിയ മീനൊക്കെ വാർപ്പിൻ്റെ മുകളിൽ ആ കച്ചറായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. കാരണം എന്താ പറയുക, മഴ പെയ്തിട്ട് ഈ സിമെൻറ്റ് വീടൊക്കെ തേച്ചിട്ട് അതിൻ്റെ സിമെൻറ്റ് മണ്ണൊക്കെ അതിന് മുകളിൽ. ഇപ്പോൾ കുട്ടീനെയും കൊണ്ട് പോയിട്ട് നേരെ പോയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആകെ ചളി മണ്ണൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് ഒക്കെ നേരാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സോനു ഇവിടെ ഈ ടാങ്കി മുറിച്ചതിൻ്റെ ഒരു പാത്രം ഉണ്ടെന്ന്. അപ്പോൾ അതിൽ ഓന് കിട്ടണ മീനൊക്കെ തോട്ടിൽ നിന്ന് കിട്ടണ മീനൊക്കെ കൊടുന്നിട്ട് ഇട്ട മീനാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അവന് കഴിക്കണമെന്ന് അവർക്ക് ഇഷ്ടമല്ല. അവരിങ്ങനെ ഇങ്ങനെ കാണാനാണ് അവന് പിടിച്ച് ഇതിൽ കൊടുന്നിരുന്നത്. അല്ലാതെ അവന് കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഓനിങ്ങനെ കാണണം മീനുകൾ. പിന്നെ ഓൻ്റെ എന്താ 2-3 കൂട്ടുകാരന്മാർക്കൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തേന്ന് കേട്ടോ. അവർ വന്നിട്ട് സ്കൂളിലത്തെ സമയത്തൊക്കെ വന്നിട്ട് വരും, ഓൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഓനതിന് 2-3 ഒക്കെ മീൻ കൊടുക്കും കേട്ടോ. പിന്നെ ഓനിവിടെ ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ എന്താ പറയുക, മോനും അപ്പം ഇവിടെ അല്ലേ. അപ്പോൾ ഓർക്ക് കുറച്ച് മീനെ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ വളർത്താൻ പറഞ്ഞിട്ട്. ബാക്കി മീനൊക്കെ അവിടെ ടാങ്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലിപ്പോൾ ആമ്പൽ കൊടുന്നിട്ട് വെച്ചിട്ടുണ്ട്. പാടത്തുനിന്ന് കുറച്ച് ചേറൊക്കെ എടുത്തിട്ട് മീനിന് ഈ പാടത്തുള്ള മീനുകൾക്ക് ചേറ് വേണമല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആമ്പലും കൂടി ഇടാൻ വിചാരിച്ചിട്ട് അപ്പോൾ എന്താ കുറച്ച് ചേറൊക്കെ നിറച്ചിട്ട് ഇനി ആമ്പലിട്ട് ഇടണം അതിൽ. അപ്പോൾ ഓന് സമ്മതിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഓന് മീനുകളെ കാണാൻ പറ്റില്ല അറിഞ്ഞിട്ട് അവർ സമ്മതിക്കണമെന്നില്ല. പക്ഷേ നല്ല വെയിൽ വേണമല്ലോ ഈ ആമ്പലിനൊക്കെ. അപ്പോൾ ഇവിടെ മേലെ വാർപ്പിൻ്റെ മുകളിലാകുമ്പോൾ വെക്കാമല്ലോ വിചാരിച്ചിട്ടേ. അപ്പോൾ അമ്പാടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ കയറി വന്നിട്ട്. അപ്പോൾ അമ്പാടി ഇപ്പോൾ അതിലേക്ക് ഇങ്ങനെ കൈയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇട്ടെടുത്തന്നെ കേട്ടോ മീനൊക്കെ ഇട്ടെടുത്ത്. അമ്പാടി പിടിക്കാൻ വേണ്ടി അമ്പാടി കുറേ നേരമായി. മീമി അവിടെ അമ്പാടിയെ വാർപ്പിൻ്റെ മുകളിലാട്ടോ ഞങ്ങൾ മീൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഓന് ഡാർപ്പായിട്ടിട്ടും ഇങ്ങനെ ശീലിച്ചിട്ട് മൂടി വയ്ക്കും. അല്ലെങ്കിൽ എന്താ അറിയോ, അതെ അതിലൊക്കെ കാക്ക പിടിച്ചോണ്ടോ. നല്ല വെയിലുണ്ട് സോനു, പോവാ. ഓനാണ് ഈ വമ്പാടിക്കാണെങ്കിൽ ഇതിൽ കൈയിടാനാണേ വെള്ളത്തിലേ മീനിൻ്റെ. അതിൽ കൈയിടാൻ പറ്റില്ല, മീൻ കൈയിടാൻ പറ്റില്ല. കണ്ടോ, ഇതാണോ അവൻ്റെ പരിപാടി. അമ്പാടി മീമി കയ്യുമ്പോ കൊത്തും, മീമി കടിക്കും കയ്യിന്. അമ്പാടിയെ ചിരിക്കണ്ട.
മീന് കയ്യിന് ഇതാക്കും, കടിക്കും. ഇത് 2 കണ്ണന്മാരുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് ഷീറ്റിട്ട് മൂടാത്ത കാരണം അതിനെ കാക്ക എന്താ കൊറ്റി എന്താ അവ എടുത്തുകൊണ്ടായിരുന്നു കേട്ടോ. ഈ 2 ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കൊണ്ടായി. ബാക്കിയുള്ള ഇപ്പൊ ഇത് പോവണ്ട വെച്ചിട്ടാണ് ഷീറ്റിട്ട് മൂടി വെക്കിട്ടോ. അപ്പൊ ഇന്ന് രാവിലെ നീച്ചിട്ട് വെള്ളമൊക്കെ ടാങ്കിയൊക്കെ കഴുകി വൃത്തിയാക്കിയാൽ നല്ല വെള്ളമൊക്കെ നിറച്ച് മീനെ കൊടുത്തു. ഇനിയിപ്പോൾ മീനെ തിന്നണമെന്ന് ഇഷ്ടമല്ല കേട്ടോ. മീനെ തിന്നൊന്നും ചെയ്യില്ല. ഇങ്ങനെ കൊടുന്നിടുക ചെയ്യും. മൂടിയൊക്കെ സോനിയോ, മൂടിയൊക്കെ നീ കാക്കാട് എടുത്തോണ്ടോ. കാക്ക കൊറ്റി എന്തെങ്കിലും എടുത്തോണ്ടോ. മൂടിയിട. വാർപ്പിന്റെ മുകളിൽ കുറേ കഷ്ടങ്ങളുണ്ട്. നേരാക്കണം. ഈ വെയിൽ കാരണം ഭയങ്കര വെയിലാണ്. അമ്പാടിയുടെ ഇറങ്ങാനട്ടോ. അമ്പാടിക്ക് മീനെ കണ്ടിട്ട് അതിൽ കൈയിടാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ ഞാൻ ഒക്കത്ത് എടുത്തിട്ടാണ് പറഞ്ഞത്. ഇറങ്ങി പോവാ ഇറങ്ങാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.